നമ്മുടെ ക്വിക്ക് റിവിഷൻ സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചു തീർക്കാം. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ചാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ മക്കളെ? n-1 D1 to 10 ns0 to 2. അല്ല ns 0 എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, 1 എന്ന് പറഞ്ഞാലും മതി. കാരണം 0 വരുന്നത് ഒരു ഒറ്റ എണ്ണത്തിന് മാത്രമാണ്, പലേഡിയത്തിന് മാത്രമാണ്. അപ്പോൾ ns 1 to 2 എന്ന് പറഞ്ഞാലും തെറ്റില്ല. ദെൻ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ വിളിക്കുന്ന പേര് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ വിളിക്കുന്ന പേര്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ്. അങ്ങനെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിലെ ഡി ഓർബിറ്റലിൽ കംപ്ലീറ്റ് ഫില്ലായിട്ട് ഉണ്ടാവാൻ പാടില്ല, ഇൻകംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കണം. സോ ഇൻകംപ്ലീറ്റ് ഡി ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ എന്ത് വിളിക്കുള്ളൂ? ട്രാൻസിഷൻ എലമെൻറ്റ്സ് വിളിക്കുള്ളൂ. ആ ഇൻകംപ്ലീറ്റ് എപ്പോഴൊക്കെ ആവാം? ഓക്സിഡേഷൻ സ്റ്റേറ്റിലാവാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലാവാം. അഥവാ ഇൻകംപ്ലീറ്റ് ഡി ഓർബിറ്റൽ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അഥവാ സാധാ സ്റ്റേറ്റ്, നമ്മൾ സാധാരണ കോൺഫിഗറേഷൻ എഴുതുന്ന സ്റ്റേറ്റ്, ഓർ ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇൻകംപ്ലീറ്റ് ഫിൽ ഉണ്ടാവണം, എങ്കിലേ അതിനെ ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് വിളിക്കാവൂ. അതുകൊണ്ട് തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ഗ്രൗണ്ട് സ്റ്റേറ്റിലും ഡിയിൽ കംപ്ലീറ്റ് ഫില്ലായ D10 കംപ്ലീറ്റ് ഇലക്ട്രോൺ, അഥവാ D10 ഉള്ള 3 ആളുകളാണ്, അല്ലെങ്കിൽ 4 ആളുകളാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി ആൻഡ് CN. സിങ്ക് കഴിച്ച് മരിച്ചു, ZnCdHg, സിങ്ക്, കാഡ്മിയം, മെർക്കുറി, സിങ്ക് കടിച്ച് മരിച്ചു. ഇവരാണ് ട്രാൻസിഷൻ എലമെൻറ്റ് അല്ലാത്തവർ. അപ്പോൾ ഡി ബ്ലോക്കിൽ ഉണ്ടായിട്ടും ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലാത്തവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ സിങ്ക് കടിച്ച് മരിച്ചോണം. എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അവർക്ക് കംപ്ലീറ്റ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ പഠിക്കുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ട്രാൻസിഷൻ. 4 സീരീസാണ് ഡി ബ്ലോക്കിനുള്ളത്. 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ്, 6D സീരീസ്. അതിൽ 3D സീരീസാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള 3D സീരീസ്. ഇനി നമ്മൾ ഡി ബ്ലോക്കിൽ ഓരോ പ്രോപ്പർട്ടിയും പഠിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി അറ്റോമിക് റേഡിയസ്. നിങ്ങൾക്കറിയാം അറ്റോമിക് റേഡിയസിൻ്റെ പ്രത്യേകത 3D സീരീസിൽ അങ്ങോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഡി ബ്ലോക്കിൽ അങ്ങോട്ട് പോകുമ്പോൾ, എലോങ് പീരീഡ് പോകുമ്പോൾ ആദ്യം ഒന്ന് കുറയും, പിന്നൊന്ന് കോൺസ്റ്റൻ്റ് ആവും, പിന്നൊന്ന് കൂടും. അപ്പോൾ ആദ്യം ഒന്ന് കുറയാനുള്ള കാരണം, ആദ്യം ഒന്ന് കുറയും, പിന്നൊന്ന് കോൺസ്റ്റൻ്റ് ആവും, പിന്നൊന്ന് കൂടും. ആദ്യം ഒന്ന് കുറയാനുള്ള കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജാണ്. പിന്നെ ലാസ്റ്റ് കൂടാനുള്ള കാരണം ഇലക്ട്രോൺ റിപ്പൾഷനാണ്, അല്ലെങ്കിൽ ഷീൽഡിങ് എഫക്റ്റാണ്. കോൺസ്റ്റൻ്റ് ആവാനുള്ള കാരണം ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും ഇലക്ട്രോൺ റിപ്പൾഷനും ഈക്വലായിട്ട് വരുന്നതാണ്. സോ അത് കാരണം ഇവരുടെ സൈസ് ആദ്യം ഒന്ന് കുറയും, പിന്നെ കോൺസ്റ്റൻ്റ് ആവും, പിന്നെ ഒന്ന് കൂടും. ദെൻ മെൽറ്റിംഗ് പോയിന്റ്, അതിൻ്റെ ഗ്രാഫാണ് ഈ കൊടുത്തത് കേട്ടോ. ദെൻ മെൽറ്റിംഗ് പോയിന്റ്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഹാർഡ് ആയതുകൊണ്ട് തന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ ബോയിലിംഗ് പോയിന്റുമാണ്. അതിൻ്റെ കാരണം, മെയിൻ കാരണം, അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മെൽറ്റിംഗ് പോയിൻ്റ് കൂടും. അതിൻ്റെ ഗ്രാഫാണ് ഈ തന്നത്. അതിൻ്റെ ഗ്രാഫ് ഈ കുന്നും മലയും പോലെ വരച്ചത് മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ ഗ്രാഫാണ്. ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത് ടങ്സ്റ്റൺ എന്ന് പറയുന്ന എലമെൻറ്റിനാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഡി ബ്ലോക്കിൽ നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടി, ഇവർ ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവർ കാണിക്കാനുള്ള കാരണം ഇവരുടെ, ഒരു മിനിറ്റ്, വെയിറ്റ്, ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവർ കാണിക്കാനുള്ള കാരണം ഇവരുടെ ഔട്ടർ മോസ്റ്റുള്ള എസ് സബ്ഷെല്ലും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടുമുള്ള ഡി സബ്ഷെല്ലും തമ്മിലുള്ള എനർജി വളരെ കമ്പയറബിൾ ആണ്, സിമിലർ എനർജിയാണ് അവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ കമ്പയറബിൾ എനർജി ആയതുകൊണ്ട്, സിമിലർ എനർജി ആയതുകൊണ്ടാണ് അവരെ എന്ത് ചെയ്യുന്നത് മക്കളെ? അവർക്ക് ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കഴിയുന്നവർ. അതിൽ തന്നെ 3D സീരീസിൽ സ്കാൻഡിയം +3 മാത്രമേ കാണിക്കൂ, സിങ്ക് +2 മാത്രമേ കാണിക്കൂ. ഏറ്റവും കൂടുതൽ കാണിക്കുന്ന 3D സീരീസ് എലമെൻ്റാണ് മാംഗനീസ്, +7 വരെ കാണിക്കും. ദെൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളവരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്ക് കാരണം? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. അൺപെയർഡ് ഇലക്ട്രോൺസിന് അനുസരിച്ച് ഇവർ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളവരാണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇത് പാരാമാഗ്നറ്റിക്കും, അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ അവർ ഡയാമാഗ്നറ്റിക്കും ആയിരിക്കും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് μ = n × n+2. ഇവിടെ n എന്തിനെ സൂചിപ്പിക്കുന്നു? അൺപെയർഡ് ഇലക്ട്രോൺസിനെ സൂചിപ്പിക്കുന്നു. ആ ഇക്വേഷനിലേക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ n 0 ആണെങ്കിലോ, അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആണെങ്കിൽ μ 0 ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആണ്. ദെൻ അടുത്തൊരു പ്രോപ്പർട്ടി, ഡി ബ്ലോക്ക് എലമെൻറ്റ്സിന് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ കഴിയും. അതിൻ്റെ കാരണം ഡി ട്രാൻസിഷൻ, ഡിയിൽ നിന്നും ഡിയിലേക്കുള്ള ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ കാരണം കളേർഡ് കോമ്പൗണ്ട് ഫോം ചെയ്യും. കളേർഡ് കോമ്പൗണ്ടും ഫോം ചെയ്യണമെങ്കിലും അവർക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് വേണം. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒരു ഭീകര സംഭവമാണെന്ന് നമുക്ക് മനസ്സിലായി. ദെൻ ഡി ബ്ലോക്ക് എലമെൻസിന് വ്യത്യസ്ത കോംപ്ലക്സുകൾ ഫോം ചെയ്യാം, കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ അഥവാ കോംപ്ലക്സുകൾ ഫോം ചെയ്യാൻ കഴിയും. അതിൻ്റെ കാരണം ഡി ബ്ലോക്ക് എലമെൻസ് സൈസിൽ ചെറുതാണ്,
ഡി ബ്ലോക്ക് എലമെൻസിൽ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഡി ബ്ലോക്ക് എലമെൻസ് ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ മെറ്റലിന് ഹൈ ചാർജാണ്. ഈ 4 കാരണങ്ങൾ കൊണ്ട് അവർക്ക് കോംപ്ലക്സുകൾ ഫോം ചെയ്യാൻ കഴിയുന്നു. 7ാമത്തെ പ്രോപ്പർട്ടി, ഡി ബ്ലോക്ക് എലമെൻസിനെ കാര്യമായിട്ട് കാറ്റലിസ്റ്റുകളായിട്ട് യൂസ് ചെയ്യുന്നു. അതിൻ്റെ കാരണം ഡി ബ്ലോക്ക് എലമെൻസിലെ മെറ്റലിന് ലാർജ് സർഫസ് ഏരിയ, ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ലാർജ് സർഫസ് ഏരിയ, ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എക്സാമ്പിളുകൾ, ഹേബർ പ്രോസസ്സിൽ അയൺ, കോണ്ടാക്ട് പ്രോസസ്സിൽ വനേഡിയം പെൻറ്റോക്സൈഡ്, ഹൈഡ്രോജനേഷൻ പ്രോസസ്സിൽ NiPd/Pt. നീ പോടാ പട്ടുകാര. ദെൻ ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യും. എന്താണ് ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ? ഒരു മെറ്റലിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ എലമെൻറ്റ്സ് ട്രാപ്പായി കിടക്കുക, ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ട്രാപ്പായി കിടക്കുന്നതിനാണ് ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് എന്ന് വിളിക്കുക. അങ്ങനെ സ്മോൾ ആറ്റംസ് ലൈക്ക് കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, ബോറോൺ ഒക്കെ ഒരു മെറ്റലിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആവുന്നതിനെയാണ് ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് എന്ന് വിളിക്കുക. ഈ ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ മെറ്റലിനെ പോലെ തന്നെ അത് ഹാർഡായിരിക്കും, നിങ്ങളുടെ മെറ്റലിനുള്ള പോലെ തന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ആദ്യത്തെ മെറ്റൽ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ നമ്മുടെ ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് ഇനേർട്ടാണ്. നിങ്ങളുടെ ആദ്യത്തെ മെറ്റൽ കറണ്ട് കടത്തിവിട്ട പോലെ ഇതും കറണ്ട് കടത്തിവിടും. സോ അതാണ് നമ്മുടെ ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്. ദെൻ 8ാമത്തെ പ്രോപ്പർട്ടി, അലോയ് ഫോമേഷൻ. നിങ്ങളുടെ ഡി ബ്ലോക്ക് എലമെൻസുകൾ കമ്പൈൻ ചെയ്തിട്ട് അലോയ്സ് ഉണ്ടാവും. ഹോമോജീനിയസ് ആയ സോളിഡ് സൊല്യൂഷൻസിനെയാണ് അലോയ്സ് എന്ന് വിളിക്കുക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ അലോയ്സ് ഫോം ചെയ്യാൻ തന്നെ ഇവർക്ക് കഴിയാനുള്ള കാരണം ഇവരുടെ മെറ്റലുകളുടെ സൈസ് ഓൾമോസ്റ്റ് സിമിലർ സൈസാണ്. അതുപോലെ തന്നെ അലോയ്സിനും ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻ്റാണ്. അതിൽ ഏറ്റവും എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു അലോയ് ബ്രാസ് എന്നാണ്. കോപ്പറും സിങ്കും ചേർന്ന് ബ്രാസും, കോപ്പറും ടിന്നും ചേർന്ന് ബ്രോൺസും ഉണ്ടാകുന്ന അലോയ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പ്രോപ്പർട്ടിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ്. അത് നമ്മൾക്കറിയാം. അയോണൈസേഷൻ എൻതാൽപ്പിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യേണ്ടത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആണെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി ഹൈ ആയിരിക്കും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത്ര സ്റ്റേബിൾ അല്ലെങ്കിൽ അയാൾക്ക് അയോണൈസേഷൻ എൻതാൽപ്പി കുറവുമായിരിക്കും. അതാണ് ഈ ടോപ്പിക്കിൽ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞത്. ദെൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ വാല്യൂ അഥവാ വോൾട്ടേജ് അതെത്രയാണ്? 3D സീരീസിൻ്റെ ഒരു പ്രത്യേകത, എല്ലാവർക്കും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 വാല്യൂ ജനറലി നെഗറ്റീവാണ്. എക്സെപ്റ്റ് കോപ്പർ. കോപ്പറിനൊഴികെ കോപ്പറിന് മാത്രം പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ചോദിക്കും എക്സാമിന്, കോപ്പറിന് മാത്രം പോസിറ്റീവ് വരാനും ബാക്കി എല്ലാവർക്കും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് അയാൾക്ക് ഹയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയും ലോ ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ്. കോപ്പറിന് പോസിറ്റീവ് വരാൻ കാരണം ഹൈ അയോണൈസേഷൻ എൻതാൽപ്പിയും ലോ ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ്. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 ഇമ്പോർട്ടൻ്റ് കോമ്പൗണ്ടുകൾ. അതിലൊന്ന് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. അതിൻ്റെ പ്രിപ്പറേഷൻ മക്കൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോണം. ക്രോമൈറ്റ് ഓറിലേക്ക് Na2CO3 ഓക്സിജനും ചേർത്ത് സോഡിയം ക്രോമേറ്റ് ആക്കും. ആ സോഡിയം ക്രോമേറ്റിലേക്ക് ആസിഡ് ചേർത്ത് സോഡിയം ഡൈക്രോമേറ്റ് ആക്കും. ആ സോഡിയം ഡൈക്രോമേറ്റിലേക്ക് പൊട്ടാഷ്യം ക്ലോറൈഡ് ചേർത്ത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആക്കും. ഈ റിയാക്ഷൻ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ട്രിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ലൈവിൽ ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ളവർ അത് കണ്ടാലും മതി. യെസ്, ദെൻ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിലെ ക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ CrO4 2- നിങ്ങൾക്കറിയാം. ക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ CrO4 2- ആണ്. ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ Cr2O7 2- ആണ്. അപ്പോൾ എൻ്റെ സ്ട്രക്ചർ വരക്കാൻ ചോദിക്കുമ്പം എൻ്റെ മക്കൾ ഇങ്ങനെ വരച്ചങ്ങ് കൊടുത്തോണം. ഓക്കെ, റെഡി. ദെൻ ഇതിൻ്റെ കളറ് മക്കൾക്ക് അറിയാലോ. ഇതിൻ്റെ കളർ യെല്ലോ കളറും ഇതിൻ്റെ കളറ് ഓറഞ്ച് കളറുമാണ്. കളറും ചിലപ്പോൾ ചോദിക്കും. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന് 2 കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന്, അതിനെ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നു. 2, അത് വോളിയോമെട്രിക് അനാലിസിസിലും യൂസ് ചെയ്യുന്നു. എന്നിട്ട് ചിലപ്പോൾ എക്സാമിന് ഇതിൻ്റെ റിയാക്ഷൻ എഴുതാൻ ചോദിക്കും. മക്കളെ ഇവിടെ പഠിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ്, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ Cr3+ ആയി മാറും. Cr2O7 2- എന്ന് പറയുന്നയാൾ അസിഡിക് മീഡിയത്തിൽ Cr3+ ആയിട്ട് മാറും. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? I- I2 ആക്കാൻ ഇയാൾക്ക് സഹായിക്കും. Fe2+ Fe3+ ആവാൻ സഹായിക്കും. Sn2+ Sn4+ ആവാൻ സഹായിക്കും. H2S S ആവാൻ സഹായിക്കും. ഇങ്ങനെയൊക്കെ സഹായിക്കും. അതിൽ ഒരു റിയാക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. Cr2O7 2- അസിഡിക് മീഡിയത്തിൽ Fe2+ Fe3+ ആക്കി. അപ്പം Cr2O7 2- Cr3+ ആയി. 14H+ 7H2 ആയി. ഇതെങ്ങനെ എഴുതുക? Cr2O7 7 ഓക്സിജൻ അല്ലേ, അപ്പോൾ പുറത്ത് 7 H2 ഇട്ട് കൊടുക്കുക. 7 H2 എന്ന് പറഞ്ഞാൽ 14 ഹൈഡ്രജൻ അല്ലേ, അപ്പോൾ 14H+ ഇട്ട് കൊടുക്കുക. ഈ 6 മാത്രം നിങ്ങളൊന്ന് കാണാതെ പഠിച്ചാൽ മതി. സെറ്റ്. ദെൻ
പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റും ഇതേപോലെ 2 സ്റ്റെപ്പിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ആദ്യം പൈറോലുസൈറ്റ് ഓർ എടുക്കും, അതിലേക്ക് KOHും ഓക്സിജനും ചേർത്ത് പൊട്ടാഷ്യം മാംഗനേറ്റ് ഉണ്ടാവും. K2MnO4 എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം മാംഗനേറ്റ്. പൊട്ടാഷ്യം മാംഗനേറ്റിലേക്ക് ആസിഡ് ചേർത്താൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഉണ്ടാവും. 2 സ്റ്റെപ്പിലുള്ള റിയാക്ഷൻ. ദെൻ ഇത് MnO4 2- ഇത് MnO4 മൈനസുമാണ്. MnO4 2- വിളിക്കുന്ന പേര് മാംഗനേറ്റ് എന്നും, MnO4 മൈനസ് ഒരു മൈനസ് ആണെങ്കിൽ പെർ എന്ന് പറഞ്ഞാൽ 1 പെർ മാംഗനേറ്റ് എന്നും വിളിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ, മാംഗനേറ്റിൻ്റെ കളർ ഗ്രീൻ കളറും പെർമാംഗനേറ്റിൻ്റെ കളർ പേർപ്പിൾ കളറുമായിരിക്കും. സ്ട്രക്ചറും മറക്കണ്ട. ദെൻ മക്കളെ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റും ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇയാളെ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് അസിഡിക് മീഡിയത്തിലും പറ്റും, ന്യൂട്രൽ മീഡിയത്തിലും പറ്റും, ബേസിക് മീഡിയത്തിലും പറ്റും. നോട്ട് ചെയ്ത് വെച്ചോ. പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിൽ മാത്രമേ പറ്റൂ. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് 3 മീഡിയത്തിലും പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? MnO4- അസിഡിക് മീഡിയത്തിലാണെങ്കിൽ, Mn2+ ആകും. MnO4- അസിഡിക് മീഡിയത്തിലാണെങ്കിൽ Mn2+ ആകും അസിഡിക് മീഡിയത്തിലാണെങ്കിൽ. എന്നാൽ ബേസിക് മീഡിയത്തിലാണെങ്കിൽ MnO4- MnO2 ആകും. നോട്ട് ദ പോയിന്റ്. അസിഡിക് മീഡിയത്തിൽ Mn2+ ആവും, ബേസിക് മീഡിയത്തിൽ MnO2 ആവും. ഇനി ഇയാൾക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ I- I2 ആക്കാൻ പറ്റും, SN2+-ന് SN3+ ആക്കാൻ പറ്റും, Fe2+-ന് Fe3+ ആക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. 5Fe2+-നെ 5Fe3+ ആക്കി. ആര്? MnO4-. എന്തായപ്പോൾ Mn2+? എത്ര ഓക്സിജൻ? 4 ഓക്സിജൻ, 4 H2O. എത്ര ഹൈഡ്രജൻ? 8 ഹൈഡ്രജൻ. സോ ദാറ്റ്സ് ദ റിയാക്ഷൻ. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ഇന്നർ ട്രാൻസിഷൻ എലമെൻ്റ് അഥവാ F ബ്ലോക്ക്. F ബ്ലോക്ക് എലമെൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൽ 2 ടീമാണുള്ളത്. ഒന്ന് ലാന്തനോയിഡ്സും ഒന്ന് ആക്റ്റിനോയിഡ്സും. 4F സീരീസാണ് ലാന്തനോയിഡ്സ്, 5F സീരീസാണ് ആക്റ്റിനോയിഡ്സ്. അവരുടെ ജനറൽ കോൺഫിഗറേഷൻ N-2 F1 to 14, N-1 D0 to 1, NS2 D0 to 1. നോട്ട് ദ പോയിന്റ്. ദെൻ ലാന്തനോയിഡ്സ് ആക്റ്റിനോയിഡ്സ് നമ്മളുടെ ഡിഫറൻസുകൾ മെയിനായിട്ട് പറയുന്നത്, ഒന്ന് 4F സീരീസാണ്, ഒന്ന് 5F സീരീസാണ്. ലാന്തനോയിഡ്സ് ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയാണ്, ആക്റ്റിനോയിഡ്സ് ആക്ടീനിയം മുതൽ ലോറൻസിയം വരെയാണ്. ഇലക്ട്രോൺ ഫില്ലിങ് 4Fലാണ്, ഓർബിറ്റൽ ഫില്ല് ചെയ്യുന്നത് 5Fലാണ്. ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, 2 പേരുടെയും കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. പറഞ്ഞ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയത്, ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്, ഇവരുടേത് +3 ആണ്. എന്നാൽ ഇവരേൽ +2ഉം +4ഉം കാണിക്കുന്നവരുണ്ട്. യൂറോപ്പിയം, ഇട്ടർബിയം ഒക്കെ +2 കാണിക്കും, സീറിയം +4 കാണിക്കും. ആക്റ്റിനോയിഡ്സിൽ +3 ആണ് കോമൺ എങ്കിലും +2 മുതൽ +7 വരെ കാണിക്കുന്ന നെപ്റ്റൂണിയം, പ്ലൂട്ടോണിയം, യുറാനിയം ഒക്കെ ഉണ്ട്. അങ്ങനെ ഡിഫറൻറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെയിൻ ആയിട്ടുള്ളത് ആക്റ്റിനോയിഡ്സിനാണ്. ദെൻ ഇവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ലാന്തനോയിഡ്സിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കുറച്ച് സ്ട്രോങ് ആണ്, ആക്റ്റിനോയിഡ്സിന് കുറച്ച് വീക്കാണ്. ദെൻ മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. എന്താ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, 4F സബ്ഷെല്ലിന് പുവർ ഷീൽഡിങ് എഫക്റ്റ് ആയത് കാരണം എലോങ് ലാന്തനോയിഡ്സ് എലമെൻസിൻ്റെ സൈസ് റെഗുലറായിട്ട് ഡിക്രീസ് ചെയ്യും. അങ്ങനെ എലമെൻസിൻ്റെ സൈസ് റെഗുലറായിട്ട് ഡിക്രീസ് ചെയ്യുന്നതാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഡ്യൂ ടു പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് 4F സബ്ഷെൽ. അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഈ പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ടായി. ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസസ്, ഒന്ന്, നമ്മുടെ ഡി ബ്ലോക്കിലെ 4D 5D സീരീസിലുള്ള എലമെൻസിൻ്റെ സൈസ് സിമിലർ ആയിരിക്കും. അപ്പോൾ സിമിലർ സൈസാണ് 4Dക്കും 5Dക്കും എന്നതാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ ഒന്നാമത്തെ കോൺസിക്വൻസ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ സിർക്കോണിയം, ഹാഫ്നിയവും. അങ്ങനെ സിമിലർ സൈസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് സിമിലർ പ്രോപ്പർട്ടി ആയിരിക്കും. അങ്ങനെ സിമിലർ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ചാണ് നാച്ചുറൽ കാണപ്പെടുക. സിർക്കോണിയം, ഹാഫ്നിയം ഒരുമിച്ചാണ് നാച്ചുറൽ കാണപ്പെടുക. നാലാമത്തെ കോൺസിക്വൻസസ്, ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം ബേസിസിറ്റി കറക്റ്റായിട്ട് റെഡ്യൂസ് ചെയ്ത് വരുന്നു. ഡിക്രീസ് ഇൻ ബേസിസിറ്റി ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം. മക്കളെ, ലാന്തനോയിഡ്സിൻ്റെ റിയാക്ഷനുകൾ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ്. ലാന്തനോയിഡ്സിലെ 14 എലമെൻസിന് പേരാണ് ഈ LN എന്ന് കൊടുത്തത്. 14 എലമെൻറ്റ്സ്, അതാരും ആവാം. അയാൾ ഓക്സിജനായിട്ട് കൂടി ചേർന്നാൽ LN2O3 ഉണ്ടാവും. ആസിഡുമായിട്ട് കൂടി ചേർന്നാൽ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തുവിടും. ഹാലജനായിട്ട് കൂടി ചേർന്നാൽ LNX3 ഉണ്ടാവും. സൾഫറായിട്ട് കൂടി ചെന്നാൽ ഓക്സിജനായിട്ട് കൂടി ചെന്ന പോലെ LN2S3 ഉണ്ടാവും. നൈട്രജനായിട്ട് കൂടി ചെന്നാൽ LNN ഉണ്ടാവും.
കാർബണായിട്ട് കൂടി ചെന്നാൽ LnC2 ഉണ്ടാവും. വാട്ടറായിട്ട് കൂടി ചെന്നാൽ LnOH ത്രൈസ് ഉണ്ടാവും. ഇത് എഴുതാൻ വളരെ സിമ്പിളാണ്. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ലാന്തനോയിഡ് ഓക്സിജനാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ലാന്തനോയിഡ്സിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3, ഓക്സിജൻ്റെ 2, എന്നിട്ട് ക്രോസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഫോർമുല Ln2O3. സോ വാട്ട് ഈസ് മിഷ് മെറ്റൽ മക്കളെ? മിഷ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാന്തനോയിഡിൻ്റെ ഒരു അലോയി ആണ്. അതിൽ 95% ലാന്തനോയിഡും ബാക്കി 5% അയണും പിന്നെ കുറച്ച് സൾഫറും കാർബണും കാൽസ്യം അലുമിനിയൊക്കെ ഒരു പൊടിക്കും ഉണ്ടാവും. സംതിങ് മാത്രം. ഇതാണ് മിഷ് മെറ്റൽ. മിഷ് മെറ്റൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബുള്ളറ്റിലും ഷെല്ലുകളിലും ഒക്കെയാണ്. ദെൻ വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്? നമ്മൾ 11 പ്രോപ്പർട്ടി പഠിച്ചില്ല, അതൊക്കെ അപ്ലിക്കേഷൻസ് ആയിട്ട് എഴുതാം. കാറ്റലിസ്റ്റുകളായിട്ട് യൂസ് ചെയ്യുന്നു, അലോയ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു, പിഗ്മെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു, ഡി ബ്ലോക്ക് എലമെൻറ്റ്സുകൾ. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ മെയിനായിട്ട് ന്യൂക്ലിയർ ഫ്യൂവലിലും മാഗ്നറ്റുകളും സ്ക്രീനുകളൊക്കെ ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നു. ദിസ് ഈസ് അവർ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ് ചാപ്റ്റർ.